സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? പ്രിയമുള്ളവരെ, മരണത്തിന് 3 മാനദണ്ഡങ്ങളുണ്ടെന്ന് ബൈബിൾ പറയുന്നു. മരിക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ശരീരം അടക്കുകയോ ദഹിപ്പിക്കുകയോ ചെയ്യുന്നു. നിങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നു. എന്നാൽ ആത്മീയ മരണവുമുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആത്മാവ് ജീവിക്കുന്നു. അതാണ് എന്നേക്കും ജീവിക്കുന്ന ഭാഗം. ദൈവവുമായി കൂട്ടായ്മ പുലർത്താൻ കഴിയുന്ന നിങ്ങളുടെ ഭാഗം ആത്മാവാണ്. നിങ്ങൾ ദൈവനിയമം ലംഘിച്ച് ആത്മീയമായി മരിച്ചിരിക്കുന്നു. അതിൻ്റെ ഫലമായി നിങ്ങൾ ദൈവത്തിന് മുന്നിൽ മരിച്ചവരാണ്. ആ മരണം നിത്യതയിലുടനീളം തുടരും. ആളുകൾ കരുതുന്നത് പോലെ ആയിരക്കണക്കിന് ആളുകളോടൊപ്പം നിങ്ങൾ ആയിരിക്കില്ല. നിങ്ങൾ പൂർണ്ണമായും ഒറ്റയ്ക്കായിരിക്കും. നരകത്തിൽ ഏകാന്തതയുണ്ടാകും. അതാണ് നരകം, ഭയങ്കരമായ ഏകാന്തത. അതിനെയാണ് നിത്യമരണം എന്ന് പറയുന്നത്. നിത്യമരണം എന്നത് ദൈവത്തിൽ നിന്നുള്ള സ്ഥിരവും മാറ്റാനാവാത്തതുമായ വേർപിരിയലിനെ സൂചിപ്പിക്കുന്നു. പലപ്പോഴും ഇതിനെ 2ാം മരണം അല്ലെങ്കിൽ അഗ്നിതടാകം എന്നും വിശേഷിപ്പിക്കുന്നു. പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും നിരസിക്കുന്നവർക്കുള്ള ശിക്ഷയുടെ അവസ്ഥയാണിത്. നിത്യജീവൻ എന്ന ആശയത്തിന് വിപരീതമാണ്. ഈ വേർപിരിയൽ കേവലം അസ്തിത്വത്തിൻ്റെ വിരാമമല്ല, മറിച്ച് ദൈവസാന്നിധ്യത്തിൽ നിന്നുള്ള ഒഴിവാക്കലിൻ്റെയും ദുരിതത്തിൻ്റെയും ബോധപൂർവവും ശാശ്വതവുമായ അവസ്ഥയാണ്. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങൾക്ക് സംഭവിക്കുന്ന അത്ഭുതകരമായ കാര്യമാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരങ്ങൾക്ക് സ്വർഗം ഒരു യഥാർത്ഥ സ്ഥലമാണ്. ഉയർത്തെഴുന്നേൽക്കുന്ന നിങ്ങൾക്ക് കാലുകുത്താൻ ഒരു സ്ഥലമുണ്ടാകും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഒരു സ്ഥലം ഒരുക്കാൻ പോകുന്നു. മരണസമയത്ത് നമ്മുടെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട ഉടനെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നു. നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരാളുടെ ശരീരം ഒരു സെമിത്തേരിയിൽ കിടക്കുന്നുണ്ടാകാം. അവർ ഒരു വിശ്വാസിയാണെങ്കിൽ അവരുടെ ആത്മാവ് ഈ നിമിഷം കർത്താവിനോടൊപ്പമുണ്ട്. യേശുവിനോടൊപ്പം മുഖാമുഖം സന്തോഷിക്കുന്നു. അവരുടെ ശരീരം ഭൂമിയിൽ കുറച്ചു നേരം വിശ്രമിക്കാൻ ഇവിടെയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു ദിവസം ശരീരത്തിൻ്റെ പുനരുത്ഥാനം വരുന്നു. നമ്മുടെ ഈ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്നു. നമ്മുടെ ഭൗമിക ശരീരം നാം ജീവിക്കുന്ന ഒരു കൂടം മാത്രമാണ്. ബൈബിൾ അതിനെ നമ്മുടെ ഭൗമിക ഭവനം എന്ന് വിളിക്കുന്നു. അത് ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം അതെങ്ങനെ സാധ്യമാകും എന്നായിരിക്കുമെന്ന് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന് അറിയാമായിരുന്നു. ദൈവം ഉണ്ടെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും ചെയ്യാൻ ദൈവത്തിന് കഴിയും. ഉൽപ്പത്തി 1-ാം അധ്യായം ശ്രദ്ധിക്കുക. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ദൈവത്തിന് ആകാശവും ഭൂമിയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, തീർച്ചയായും മനുഷ്യ ശരീരത്തെ ഉയർപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ പുനരുദ്ധാന ശരീരം ഗോതമ്പ് ധാന്യം പോലെയാണ്. മണ്ണിനടിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോതമ്പ് ധാന്യം അഴുകുന്നു, പക്ഷേ അത് മരിക്കുന്നതായി മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ആ വിത്തിൽ ഒരു ജീവന്റെ ബീജം വസിക്കുകയും മനോഹരമായും പുതുമയോടെയും ഉയർന്നു വരുന്ന മറ്റൊരു ഗോതമ്പ് ധാന്യം പുനർജീവിക്കുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഒരിക്കലും മരിക്കാത്ത ഒരു ഭാഗമുണ്ട്, നിങ്ങളുടെ ആത്മാവ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പുനരുത്ഥാന ശരീരം ഉയർത്തെഴുന്നേൽക്കുന്നത് നിങ്ങളുടെ നിത്യാത്മാവിനെ ചുറ്റിപ്പറ്റിയാണ്. നിങ്ങൾ തികച്ചും അതുല്യനാണ്. ദൈവം പകർപ്പുകൾ നിർമ്മിക്കുന്നില്ല, യഥാർത്ഥ സൃഷ്ടികൾ മാത്രം. 2 നക്ഷത്രങ്ങൾ ഒരുപോലെയല്ല, 2 വിരലടയാളങ്ങൾ ഒരുപോലെയല്ല. അവൻ അതുല്യനും അനന്തമായ വൈവിധ്യമുള്ളവനുമായ ഒരു ദൈവമാണ്. രൂപാന്തരീകരണ പർവ്വതത്തിൽ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ശിഷ്യന്മാർക്ക് ഒരു ആമുഖം ആവശ്യമില്ലായിരുന്നു. ഈ 2 പേരും ആരാണെന്ന് അവർക്ക് ഉടനടി അറിയാമായിരുന്നു. സ്വർഗത്തിൽ നമുക്ക് പരസ്പരം അറിയാം. നമ്മൾ ഓരോരുത്തരും തികച്ചും അതുല്യരാണ്. നാം ചിന്തിച്ചേക്കാം, ഞാൻ എപ്പോഴെങ്കിലും പൂർണ്ണനാകുമോ? സ്വർഗത്തിൽ നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കും. നിങ്ങളുടെ പുനരുത്ഥാന ശരീരം പൂർണ്ണതയാൽ നിറയ്ക്കപ്പെടും. വിശുദ്ധ പൗലോസ് വിശദീകരിക്കുന്നത് വായിക്കാം. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു. ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. നമ്മുടെ പുനരുത്ഥാന ശരീരം അപമാനത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് മാറും.
പ്രിയരെ, നൂറ്റാണ്ടുകളായി പാപം മനുഷ്യരാശിയെ വികൃതമാക്കുകയും മുറിവേൽപ്പിക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ മഹത്വം പാപത്താൽ മലിനമാക്കപ്പെടുകയും വികൃതമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം നമ്മുടെ പുനരുദ്ധാന ശരീരത്തിൽ ഈ ഭൂമിയുടെ എല്ലാ പരിമിതികളും ഇല്ലാതെയാകും. ഇനി ബലഹീനതയോ കരച്ചിലോ മരണമോ ഉണ്ടാകില്ല. നിങ്ങളുടെ പുതിയ ശരീരം കർത്താവായ യേശുവുമായി തിരിച്ചറിയപ്പെടുന്നു. 1 കൊരിന്ത്യർ 15-45 വാക്യത്തിൽ വിശുദ്ധ പൗലോസ് വിശദീകരിക്കുന്നത്, നമ്മുടെ പൂർവികനായ ആദാം ഭൂമിയിൽ നിന്ന് ജനിച്ചുവെന്നും അവൻ മണ്ണുകൊണ്ടുള്ളവനാണെന്നുമാണ്. എന്നാൽ രണ്ടാം ആദാമായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്നുള്ള കർത്താവാണ്. നമ്മൾ ഇപ്പോൾ ഒന്നാം ആദാവിൻ്റെ പാപസ്വഭാവം വഹിക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം നമുക്ക് യേശുവിൻ്റെ പ്രതിച്ഛായ ലഭിക്കുകയും അവനെപ്പോലെയാകുകയും ചെയ്യും. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. നമ്മുടെ ഭൗമിക ശരീരം കല്ലറയിലേക്ക് ഇറങ്ങുന്നു. പുനരുത്ഥാന പ്രഭാതത്തിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഉണരുന്നു. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെയാകും. ഉയർത്തെഴുന്നേറ്റ യേശുവിന് ഒരു യഥാർത്ഥ ശരീരം ഉണ്ടായിരുന്നു. നിങ്ങളുടെ പുനരുദ്ധാന ശരീരം വിജയത്താൽ അമർത്യമാക്കപ്പെട്ടിരിക്കുന്നു. കാൽവരിയിൽ യേശു ശത്രുവിനെ പരാജയപ്പെടുത്തി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിനു മാത്രമല്ല, സർവ്വലോകത്തിൻ്റെ പാപത്തിനും തന്നെ. അവൻ പ്രത്യക്ഷനാവുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനായ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പീഡകൾ സഹിക്കുകയും മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും നമ്മുടെ എല്ലാം പാപങ്ങളെ ഏറ്റെടുത്തും കൊണ്ട് കാൽവരിയിലേക്ക് ഭാരമുള്ള കുരിശുമരവുമായി നടന്നു നീങ്ങിയ നമ്മുടെ കർത്താവ്, കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം നിന്ദിതനായ യേശു, കുരിശിൽ രക്തം വാർന്നൊഴുകി മരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത നമ്മുടെ രക്ഷകൻ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ.